പടിഞ്ഞാറ് അല്ലെങ്കിൽ കിഴക്ക്. ഇവിടുത്തെ കിടക്കുമല്ലോ പെരിങ്ങുളം. പെരിങ്ങളത്ത് വന്നിട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് അധികം അങ്ങനെ ആർക്കും പറയാത്തൊരു ഹിഡൻ സ്പോട്ടിലോട്ടാണ്. നമ്മൾ കൊണ്ടുപോകുന്നത് സാൻജോ ആണ്. സാൻജോ നമ്മുടെ മുമ്പുള്ള വീഡിയോ കണ്ടവർക്കറിയാം. സാൻജോ ഇപ്പോൾ ഇറങ്ങി പോകുന്നൊരു വള്ളിയൊക്കെ പിടിച്ച് തൂങ്ങി ഇറങ്ങി പോകുന്നത്. അധികം ആളുകൾക്ക് അറിയില്ലാത്ത കോട്ടയത്ത് തന്നെ ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണെന്നാണ് പറഞ്ഞത്. നമുക്കായാലും ആ സ്ഥലം ഒന്ന് കാണാം. വീടല്ലേ എടാ, ഇത് ശരിക്കും ഇപ്പോഴാണ് ആൾക്കാർ വരാൻ തുടങ്ങിയത്. ഞാൻ നിന്നെ കൊണ്ടുവന്ന പോലെ അതിൽ അറിയുന്നവരല്ലേ, അല്ലാതെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നീ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തന്നെ. ഇതൊക്കെ ശരിക്കും വേറെ ആൾക്കാരുടെ സ്ഥലമല്ലേ? ഇത് ശരിക്കും വെള്ളച്ചാട്ടമല്ലേ? എന്താണെന്ന് പറയാതെ പോകുന്നത്. എന്നാടാ? ഈ വീഡിയോയും കുറച്ച് റീച്ച് ആയാൽ മതിയായിരുന്നു. സാൻജോ ഉള്ള വീഡിയോ ഒക്കെ നിനക്കും വേറെ പണിയൊന്നുമല്ലോ. അങ്ങനെയല്ല, കുളിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ? വെള്ളം വീഴുന്ന കറക്റ്റ് പോയിന്റ് ഒരാൾ തഴുകി മേളിൽ ഇപ്പം വെള്ളം കാണാം. അല്ലാത്തടത്ത് വലിയ സീനില്ല. ഒരാൾ പൊക്കമല്ലേ? ഒരാൾ പൊക്കത്തിൽ മേളിൽ കാണും. ഇപ്പം വെള്ളമുള്ള സമയമല്ലേ? വേനൽക്കാലത്ത് പോലും ഒരാൾ പൊക്കത്തിൽ മേളിൽ വെള്ളം കൊള്ളാം. ഒരു കൊടുങ്കാടിൻ്റെ നടക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലേ. അങ്ങനെ സാഹസികമായിട്ട് നമ്മൾ താഴെ എത്തിയിരിക്കുക കേട്ടോ. പെരുവഞ്ചനക്കയം അല്ലെങ്കിൽ ചട്ടമ്പി വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. ഈ ഒരു സംഭവം കാണിക്കാനാണ് സാൻജോ നമ്മൾ കൊണ്ടുവന്നത്. സാൻജോ കൊണ്ടുവന്ന സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ഈ ഹീഡനായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പുള്ളിക്കറിയാം. പൂഞ്ഞാർ പ്രദേശത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ പിള്ളേരെ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഞാനിത് എങ്ങനെയുള്ളൊരു സ്ഥിതി, ഞാൻ മീനച്ചിലാറിൻ്റെ ഉത്ഭവം കാണാനായിട്ട് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് കുളിക്കാനുള്ള സൗകര്യമൊന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ കുളിച്ച് നല്ല ഫ്രഷ് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൊതി തോന്നുന്ന വെള്ളമാണ്. എന്നെ ക്ലിയർ ആണെന്നറിയാം. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളവും ആ ഒരു തണുപ്പും എല്ലാം നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വർത്താണ്. നല്ല കിട്ടുന്നു. ഇവിടെ പിള്ളേർ കുളിക്കുന്നുണ്ടെങ്കിൽ കൊതിയാവുന്നുണ്ട്. സാൻജോ ഒക്കെ പണ്ട് ഇവിടെ ഒന്ന് കുളിക്കാനെന്നാണ് പറഞ്ഞത്. വെള്ളം കൊണ്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളം, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ചുറ്റും കാടും മലയും ഭയങ്കര ഒരു ശാന്തമായിട്ടൊരു അന്തരീക്ഷം. അധികം ആളുകളുമില്ല. ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇതാകുന്നത്. പക്ഷേ ഇത് വളരെ ആളുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സമാധാന അന്തരീക്ഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം പെരുവഞ്ചനക്കയം ഗൂഗിളിൽ നമുക്കിങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പെരിങ്ങളത്ത്, പൂഞ്ഞാറിന്ന് പെരിങ്ങളത്ത് നിന്ന് ആരോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെരുവഞ്ചനക്കയം ഒരു കൃത്യമായിട്ട് പറഞ്ഞു തരും. ഞാനതിലും ഇങ്ങോട്ട് വരാനുള്ള വഴി കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഇട്ടേക്കാം. ലൊക്കേഷനും പിൻ ചെയ്തിട്ടേക്കാം. അതിലും വരുന്നുണ്ടെങ്കിൽ ഇട ദിവസങ്ങളിൽ വന്നാൽ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു തിരക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ അധികം ആരും ഇവിടെ അറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രകൃതിയുടെ ഒരു മനോഹാരിത നഷ്ടപ്പെടാതെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടൊരു ഗുഹയും
മറ്റൊരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരു ചെറിയ കുളം പോലുള്ള ഉണ്ടെന്നാണ് ഇവിടെ നാട്ടുകാരും പറഞ്ഞത്. അത് മദാമക്കുളം എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു ഗുഹയും ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു ഏരിയ എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഇപ്പം എന്നാന്ന് പറഞ്ഞ് ഇടുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. പെരുവഞ്ചനക്കയം, പെരുവഞ്ചന വെള്ളച്ചാട്ടം, പെരുവഞ്ചന വാട്ടർഫാൾ. ഈ കയെന്ന് പറയുന്നത് ഈ കുഴിയല്ലേ, നീന്താനുള്ള അങ്ങനത്തെ വലിയ വിസ്താരമൊന്നുമില്ല. ഇതുവരെ കട്ടിക്കയത്തിൻ്റെ ചെറിയൊരു മിനിയേച്ചർ പോലെ തോന്നും. കട്ടിക്കയം ഭയങ്കര ഹൈറ്റാണേ ഉള്ളൂ. ഇത് കാണാൻ നല്ല രസമല്ലേ. ഇതിപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലല്ലോ ഈ സ്ഥലം. ഇങ്ങനെ പറഞ്ഞു കേട്ട് അറിയുകയൊക്കെ ഉള്ളൂ. എനിക്ക് റീൽ കണ്ടിട്ടൊക്കെ വരുന്നത് വളരെ കുറവായിരുന്നു. ഈ ആളുകൾ പറഞ്ഞ് പിന്നെ ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചേ. ഇതിപ്പോൾ നീ ഇപ്പം നിനക്കറിയാമെന്നുണ്ടല്ലോ ഞാൻ വന്നേ. കുഴപ്പമില്ല, എനിക്കറിയത്തില്ല ഇങ്ങനെ സ്ഥലത്തേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് തോർത്തെടുത്ത് കുളിക്കാനുള്ള സൗകര്യത്തിൽ വരുള്ളൂ. ഇവിടെ ഞാൻ ഓർത്തന്നെ പറയും മീനച്ചിലാറിൻ്റെ ഉത്ഭവം കാണാൻ പോകാതെ വിചാരിച്ചു. ഉത്ഭവമാണെങ്കിൽ അവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ആണോ? അല്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. വെള്ളമെന്ന് അറിയണം, എന്നിട്ടും കുളിക്കാനുള്ളത്. ഞാൻ ആരും കുളിച്ചിട്ട് പോകുന്നു. എന്നിട്ട് ഈ വീഡിയോ ഉണ്ടല്ലോ ഒന്നുമില്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ല. എല്ലാം ക്ലിയർ അല്ലേ വെള്ളം? വെള്ളം ക്ലിയർ ആണ്. ഇവിടെ ഒരു അങ്ങനെ വേസ്റ്റ് ഇടാൻ മാത്രം ഒരു സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. വീടുകളല്ലേ ഉള്ളൂ. ഇതിൽ നിന്ന് എന്നാ വേസ്റ്റ് വന്നാൽ പോലും ഇത്രയ്ക്ക് വീട് വരാനുള്ളൂ. ഈ മാത്രം വീടുകളൊന്നും ഇല്ലല്ലോ. ഈ സാധനം ശരിക്കും എവിടെ തുടങ്ങുന്നത്? ശരിക്കും ഒരുപാട് വരുന്നത് കൈപ്പള്ളി അങ്ങ് പോകും. അത് കൈപ്പള്ളിയിൽ നിന്നല്ല തുടങ്ങുന്നത്, അതിൻ്റെ അപ്പുറത്തു നിന്നാണ് തുടങ്ങുന്നത്. ശരിക്കും ഒരു വലിയ കാടിന് നടക്കല്ലേ. ശരി, തോർത്തെടുത്തിട്ട് കുളിക്കാനും. അല്ല, ഇവിടെ കുളിക്കാനായിട്ട് നീന്താറേണ്ട ആവശ്യമില്ലല്ലോടാ. ഇത്ര ഇതല്ലേ ഉള്ളൂ. ഇവിടെ സൈഡ് വരെ എനിക്ക് കുളിക്കാമല്ലോ. ഞാൻ അങ്ങനെ ഓർത്ത്. അതേ ഓർത്ത് ഉത്ഭവ സ്ഥാനത്ത് കുറച്ചല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുളിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. അല്ല, ഞാൻ രാവിലെ കുളിക്കത്തില്ല. കുളിക്കാനായിട്ട് 10-15 മിനിറ്റ് പോയേ. ഇതിപ്പോൾ നമ്മൾ പൂഞ്ഞാർ വന്നിട്ട് പൂഞ്ഞാറിൽ നിന്ന് പെരിങ്ങളല്ലേ വേറെ. പിന്നെ നമ്മൾ വരുമല്ലോ, ആരും വരുവാണെങ്കിൽ അവർക്കിപ്പോൾ എങ്ങനെ? അതാ പറഞ്ഞു, പൂഞ്ഞാറിൽ നിന്ന് 5 കിലോമീറ്റർ. പെരിങ്ങളല്ലേ? പെരിങ്ങുളം. പെരിങ്ങളത്ത് വന്നിട്ടോ? അവിടെ നമ്മളെ റൈറ്റ് എടുത്താൽ ആ പാലത്തിലോട്ടാണ്. പെരിങ്ങളത്തുനിന്ന് കൊളത്തനാപ്പാലം, പെരിങ്ങളം ജംഗ്ഷനിൽ നിന്ന് കൊളത്തനാപ്പാലം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കൊളത്തനാപ്പാലം ചെയ്ത് പിന്നെ ഒരു 2 കിലോമീറ്റർ 2-2.5 കിലോമീറ്റർ. ഈ സ്ഥലത്തിന് വേറെ പേരുണ്ടോ? ചട്ടമ്പി എന്നാണ് പറയുന്നത്. ചട്ടമ്പി അല്ലേ? ചട്ടമ്പി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് ഇതകാര്യം ഹിറ്റാകുക പോലെ ഓർത്ത് നോക്കി. നമ്മളൊരു വെള്ളച്ചാട്ടത്തിന് പേരിട്ട പോലെയാവും. ഇതിൻ്റെ പേര് പെരുവഞ്ചന. അത് നൈസല്ലേ? പെരുവഞ്ചന, ചട്ടമ്പി എല്ലാം ഒരു ഡബിൾ മീനിങ് ഉള്ള പേരാണ്. ഞാൻ അങ്ങനെ തന്നെ ഇടും, ചട്ടമ്പി വെള്ളച്ചാട്ടം. കോട്ടയത്തെ ചട്ടമ്പി വെള്ളച്ചാട്ടം. കോട്ടയം ജില്ല തന്നെയല്ലേ? ശരിക്കും പണ്ടൊക്കെ കോട്ടയം ശരിക്കും ഞാൻ വിചാരിച്ച കോട്ടയത്തൊരു തേങ്ങയില്ലെന്നാ. പറയുന്നുള്ളൂ. കോട്ടയത്ത് ഉണ്ടോ? ഒരുപാടുണ്ട് നമ്മൾ അറിയില്ലാത്ത സ്ഥലങ്ങൾ. ആളുകൾ കോട്ടയം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അച്ചായന്മാർ ഈ സാധനം മാത്രമേ ഉള്ളൂ ആളുടെ മനസ്സിൽ. കോട്ടയത്ത് ഒരുപാട് സ്ഥലമുണ്ട്. കിഴക്കൻ മേഖല അങ്ങോട്ടുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ കോട്ടയം ശരിക്കും പറഞ്ഞ കോട്ടയം അവിടെ ഒന്നുമില്ല കേട്ടോ. കുമര സൈഡിലോട്ട് പോകണം. പടിഞ്ഞാറ് അല്ലെങ്കിൽ കിഴക്ക്. ഈ പറഞ്ഞ പോലെ അധികം റീലുകളിലോ വീഡിയോകളിലൊന്നും
ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല. ഈയിടയ്ക്ക് ഒരു ചെറിയ പത്രവാർത്തയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അധികം ആളുകൾ ഇവിടെ എത്തുന്നത് ഈ പറഞ്ഞ പറഞ്ഞറിഞ്ഞ് തന്നെയാണ്. ഇപ്പോൾ സാൻജോ പറഞ്ഞറിഞ്ഞ് ഞാൻ വന്നതുപോലെ വളരെ കുറച്ച് ആളുകളുള്ളൂ ഇത് വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഈ സ്ഥലം അങ്ങനെ തിരഞ്ഞ് പിടിക്കുന്നൊരു സ്ഥലമായിട്ട് ഇതുവരെ ഈ പെരുവഞ്ചനക്കായി മാറിയിട്ടില്ല. അപ്പോൾ അധികം ആളുകളൊക്കെ എത്തുന്നതിന് മുമ്പ് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലം ഈ ഒരു മനോഹാരിതയിൽ തന്നെ കാണാനായിട്ട് പറ്റും. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ മൊത്തത്തിൽ. ഏതായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി പോരാൻ അടിപൊളി സ്ഥലമാണ്. കുടുംബമായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ കുളിക്കാനായിട്ട് പറ്റുന്ന നല്ല അടിപൊളി സ്ഥലം. നല്ല കണ്ണീര് പോലത്തെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളവും നല്ല തണുപ്പും എല്ലാം കൊണ്ടും നമുക്ക് ഒന്ന് മനസ്സിനെ ഇതാക്കാൻ പറ്റുന്ന കൂളാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പെരുവഞ്ചനക്കയം എന്ന് പറയുന്നത്. അപ്പോൾ ആരും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി പോരാം. വന്നാൽ ഒരിക്കലും നഷ്ടമാകത്തില്ല. എന്തെങ്കിലും വരാനുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ടാവും, എൻ്റെയോ സാൻജോയുടെ നമ്പർ കൊടുക്കുന്നുണ്ടാവും. ധൈര്യമായിട്ട് വിളിക്കാം. ഇവിടെയുള്ള വഴി കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതില്ല അങ്ങനെ നോക്കാറില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഞാൻ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. നമ്മൾ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ഷെയർ ചെയ്യാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്.